തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ LDFും UDFും ആ രീതിയിൽ പരാതി നൽകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഈ സ്ഥലത്താണ്, കണ്ണാടി പഞ്ചായത്തിലെ ഈ സ്ഥലത്താണ് എങ്കിൽ മറ്റ് പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് മാത്തൂരി, പ്രായിരി തുടങ്ങിയ പ്രദേശങ്ങളിൽ വ്യാപകമായ പണം ഒഴുക്കിയിട്ടുണ്ട്, വസ്ത്രങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതെല്ലാം തന്നെ ഈ കണ്ണാടി സ്വദേശി കൂടിയാണ് ജില്ലാ പ്രസിഡന്റ്. ഇതിപ്പോ നേരത്തെ മുതൽ തന്നെ ഇത്തരം വിവരങ്ങളുണ്ട്, ഇപ്പോഴാണ് നിങ്ങൾക്ക് കയ്യോടെ പിടിക്കാൻ പറ്റുന്നതല്ല? തീർച്ചയായും ഇന്ന് നമ്മുടെ ഈ വാർഡിന്റെ മുൻ മെമ്പറായിട്ടുള്ള വിനേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ സ്ക്വാഡ് വർക്ക് കഴിഞ്ഞ് വരികയായിരുന്നു. BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മരണം നടന്നു. അതിന്റെ ഭാഗമായി അന്ന് ഇവിടെ വരാൻ സാധിച്ചില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വരികയും അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് ഇവിടെ നിൽക്കുന്ന ഒരു പാവപ്പെട്ട ഒരു അമ്മയെ കണ്ടത്. ആ അമ്മയെ കാണുന്നു, അവരോട് സുഖവിവരം അന്വേഷിക്കുന്നു. അത് കഴിഞ്ഞ് കാറിൽ കയറി ആ കാറിൽ നിന്നൊരു സ്ത്രീ ഇറങ്ങി വരുന്നു. 5000 രൂപ ആ അമ്മയുടെ കയ്യിൽ വെച്ച് കൊടുത്ത് തിരിച്ചു പോകുന്നു. അങ്ങനെ സമാന്തരമായിട്ട് രീതിയിൽ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു അമ്പലത്തിലേക്ക് ഈ സ്ഥാനാർത്ഥി വന്നിരുന്നു. ആ അമ്പലത്തിൽ 50,000 രൂപ 25,000 രൂപ വെച്ച് അമ്പലങ്ങളിൽ കൊടുക്കുന്നു. മരണ വീട്ടിൽ പോകുമ്പോൾ 10,000 രൂപ വെച്ച് കൊടുക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ നിരന്തരമായി കേട്ടുവരുന്ന ഒരു സമയമാണ്. ഈ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സമയത്ത്. ആ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ഈ പൈസ കൊടുത്ത് വോട്ട് സ്വാധീനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവർ പോകുന്നത്. അതായത് മണ്ഡലത്തിന് പുറത്ത്, ജില്ലയ്ക്ക് പുറത്തുള്ള ആളുകൾ ഉൾപ്പെടെ ഇവരുടെ സംഘത്തിലുണ്ട്. അതായത് ഈ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം ഒരു വലിയ പ്രചരണം തന്നെയാണ് നടക്കുന്നത്. മുഖപരിചയമില്ലാത്ത ആളുകളാണ് പൈസ കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള BJP നേതാക്കളോ കണ്ണാടിയിലെ ആളുകളോ അല്ല പൈസ കൊടുത്തിട്ടുള്ളത്. മുഖപരിചയം പോലും ഇല്ലാത്ത, നമുക്ക് കണ്ടാൽ അറിയുന്ന ആളുകളല്ല, മുഖപരിചയം ഇല്ലാത്ത ആളുകളാണ് പൈസ കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോ നിങ്ങൾ ഈ സ്ഥാനാർത്ഥിയുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന വ്യക്തി കൂടിയാണ്. നിങ്ങൾ ഉടൻ തന്നെ പരാതിയുമായി മുന്നോട്ട് പോകും? തീർച്ചയായിട്ടും ഇതിൻ്റെ ഉള്ള വീഡിയോ ക്ലിപ്പുകളും ഇതിൻ്റെ ദൃശ്യ സന്ദേശങ്ങളെല്ലാം നേതൃത്വത്തെ അറിയിച്ച് കൊടുത്തിട്ടുണ്ട്. അവരതിനെ ഇലക്ഷൻ കമ്മീഷനും പോലീസിനും എങ്ങനെയാണോ പരാതി നൽകുന്നത് അത് കൃത്യമായി നൽകുമെന്ന് അറിയിച്ചിട്ടുള്ളത്. ഹജിംസ്, ഈ രീതിയിൽ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് കണ്ണാടിയിൽ നിന്നാണ്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ ലഭിച്ചിരിക്കുന്നത്. അത് പരാതിയുമായി പോകാനാണ് LDFിന്റെയും UDFിന്റെയും തീരുമാനം. നേരത്തെ തന്നെ ഈ രീതിയിൽ പണം ഒഴുക്കുന്നു എന്ന വിവരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കൃത്യമായ തെളിവുകൾ ലഭിക്കുന്നത് ഇപ്പോഴാണ്. നമുക്കറിയാം, പകൽ സമയത്താണ് സ്ഥാനാർത്ഥിയും ഒരു നിരവധി ആളുകളും, അതായത് സാധാരണ നിശബ്ദ പ്രചരണത്തിൽ അധികം ആളെ കൂട്ടിയല്ല സ്ഥാനാർത്ഥികൾ പോകാറുള്ളത്. പക്ഷേ നിരവധി വാഹനങ്ങളിൽ എത്തുന്നു. അവിടെ നിന്ന് ആളുകൾക്ക് ഈ വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു പ്രായമായ സ്ത്രീക്ക്, വയോധികയ്ക്ക് മാത്രം 5000 രൂപയാണ് നൽകിയിരിക്കുന്നത്. ഈ രീതിയിൽ പല ആളുകൾക്കും പണം നൽകിയിട്ടുണ്ട് എന്നൊരു ആരോപണം നേരത്തെ തന്നെ നിലനിൽക്കുന്നതാണ്. സാജിദ്, ഞാൻ നേരത്തെ ഒരു കാര്യം ചോദിച്ചിരുന്നു. ആ ദൃശ്യങ്ങളിൽ കാറിലിരിക്കുന്നയാളെ കൈ ഓങ്ങി അടിക്കാൻ ശ്രമിക്കുന്ന അത് ആ സ്ത്രീ പ്രമീള ശശിധരനാണോ? അജിംസ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ആ ദൃശ്യങ്ങൾ മുഴുവൻ പരിശോധിച്ചിട്ടില്ല. അതിന്റെ ഈ പ്രധാനപ്പെട്ട 3-4 ദൃശ്യങ്ങളാണ് ഞാൻ പരിശോധിച്ചത്. ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാകൂ. നേരത്തെ ആ ചോദ്യം ഞാൻ ഇവിടെയുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ അവർ അങ്ങനെയല്ല പറഞ്ഞത്. അത് പ്രമീള ശശിധരൻ എന്നവർ പറഞ്ഞിട്ടില്ല. ആ ദൃശ്യങ്ങൾ മുഴുവനായി പരിശോധിച്ചാൽ മാത്രമേ എനിക്കത് വ്യക്തതയോടുകൂടി പറയാൻ കഴിയൂ. അജിംസ്, ശരി. എന്തായാലും വ്യാപകമായി പണം വിതരണം ചെയ്യുന്നു എന്ന പരാതിക്കിടെയാണ് ഇപ്പോൾ UDF പ്രവർത്തകർ പണം വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങൾ പകർത്തിയത്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നാണ് അറിയേണ്ടത്. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും, ഈ വീഡിയോ പുറത്തു വന്നിട്ടും, ഈ വാർത്ത ബ്രേക്ക് ചെയ്തിട്ടും ഇനിയും അങ്ങനെ ഒരു പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. അല്പം മുമ്പ് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു അതിശക്തമായി BJPയുടെ ഈ പ്രവർത്തനത്തെ തുറന്നു കാണിക്കുന്നുണ്ട്. നേരത്തെ തന്നെ അവർ പണം വിതരണം ചെയ്യുന്നുണ്ട്, പണവും സാരിയും വിതരണം ചെയ്യുന്നതായി അദ്ദേഹം ആരോപിച്ചു. ഉത്തരേന്ത്യ പോലെ പണം കൊടുത്ത് വോട്ട് നേടാനുള്ള ശ്രമമാണ് BJP ഇവിടെ നടത്തുന്നത് എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്തായാലും ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നാണ് അറിയേണ്ടത്. സാജിദ്, ഈ UDF പ്രവർത്തകർ പറയുന്നത് ശോഭാ സുരേന്ദ്രന്റെ സംഘത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. ശോഭാ സുരേന്ദ്രനും പിന്നീട് പ്രമീള ശശിധരൻ ആ സംഘത്തിൽ ഉണ്ട്. ഇത് കൂടാതെ ഇവിടെ ഉള്ള ആളുകളല്ല, കണ്ട് മുഖപരിചയം ഉള്ള ആളുകളല്ല എന്നാണ് പറയുന്നത്. ആ ദൃശ്യങ്ങൾ പകർത്തിയ ആളുകൾ നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ അവരോട് ഒന്നുകൂടി കാര്യങ്ങൾ വിശദമായി ചോദിക്കാം. ഇതിൽ ഇന്ന് ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ വിവരം കിട്ടുന്നത്? സ്ഥാനാർത്ഥി കണ്ണാടി പഞ്ചായത്തിൽ രാവിലെ മുതലുണ്ടെന്നുള്ള വിവരം കിട്ടുന്നുണ്ട്. നമ്മളിവിടെ ഇലക്ഷൻ്റെ ഭാഗമായിട്ട്, ഞാൻ പഞ്ചായത്ത് കൺവീനറാണ് UDFിൻ്റെ. ഇലക്ഷൻ്റെ ഭാഗമായിട്ട് റൗണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് വരികയായിരുന്നു. അപ്പോൾ ഇവിടെ കാറുകൾ നിറയെ NDA സ്ഥാനാർത്ഥിയുടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കാർ ബ്ലോക്ക് ആയതാണ്.
ഞങ്ങളെ ശ്രദ്ധിച്ചില്ല അവർ. വീട് വിടാൻ തന്നെ പോവുമായിരുന്നു. ഞങ്ങളിപ്പോൾ ബ്ലോക്ക് തീരട്ടെ അവർ നിർത്തിയതായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കാർ നിൽക്കുന്നതിന് തൊട്ട വീട്ടിൽ ഇത് കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾക്കത് വീഡിയോ എടുക്കാൻ പറ്റിയത്. അതായത് ഇപ്പൊ ദൃശ്യങ്ങൾ ഈ നിങ്ങൾ കൊടുക്കുന്നത് കണ്ടു, അപ്പൊ കാറിലിരുന്ന് വീഡിയോ എടുത്തു, ഇറങ്ങിപ്പോയി. കാരണം ഞാനിവിടെ മെമ്പറായിരുന്ന ആളാണ്, നമുക്കത് ചോദിക്കാനും പറയാനുള്ളൊരു റൈറ്റ്സ് ലോ ഉണ്ട്. ഇറങ്ങിപ്പോയി പൈസ കൊടുത്ത് വോട്ട് പിടിക്കുന്ന ഒരു രീതി ശരിയല്ല എന്നുള്ള കാര്യം നമ്മൾ അവരോട് പറഞ്ഞു. അപ്പോൾ ഇതറിഞ്ഞ് സ്ഥാനാർത്ഥി 1 കിലോമീറ്റർ അപ്പുറം ഞങ്ങളുടെ വാഹനം തടുത്ത് നിർത്തിയിട്ട് ആ വീഡിയോയും ഇതെല്ലാം വേണം മൊബൈൽ തട്ടിപ്പിടിക്കാനുള്ള ശ്രമം നടത്തിയത്. അത്